മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം പാണക്കാട് തുടരുന്നു. പി വി അൻവറിന്റെ UDF പ്രവേശനവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളുമാണ് ചർച്ചാ വിഷയം. ടി.കെ. അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, നിലമ്പൂരിലെ വിജയം തീർച്ചയായും ലീഗിന് അതിൽ വളരെ നിർണായകമായ ഒരു പങ്കുണ്ട്. അതിൽ നിന്നുള്ളൊരു ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയല്ലേ പ്രധാന അജണ്ട? അവലോകനം ചെയ്യാനാണ് ഇന്ന് ലീഗിന്റെ യോഗം പ്രധാനമായി നടക്കുന്നത്. എന്നാൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും പ്രബലമായുള്ള അഭിപ്രായം ലീഗിന് PV അൻവറിനെ UDF ചേർക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. നേരത്തെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ PV അൻവറിനെ UDF ഭാഗമാക്കാനുള്ള ചില നീക്കങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകൾ അതിന് തടസ്സമായി വന്നു. എന്നാൽ ലീഗ് കാര്യത്തിൽ പ്രതിഷേധമൊന്നും അറിയിക്കാതെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി UDF വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ PV അൻവർ മണ്ഡലത്തിലെ ഒരു നിർണായക ശക്തിയായി 20,000 വോട്ട് വാങ്ങുന്ന ഒറ്റയ്ക്ക് നിന്ന് അത്ര വോട്ട് നേടാൻ അദ്ദേഹത്തിനായി. അതിനാൽ തന്നെ നിലമ്പൂർ, ഏറനാട് തുടങ്ങിയ മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും PV അൻവറിന് നിർണായകമായ സ്വാധീനം ഉണ്ടാവും. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് UDFിനൊപ്പം ചേർത്ത UDF മുതൽക്കൂട്ടാകുമെന്നാണ് ലീഗ് കരുതുന്നത്. ഒപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് നേട്ടമായി വരും. ഈ കാര്യങ്ങൾ ലീഗ് ചർച്ച ചെയ്യുന്നു. പക്ഷേ ലീഗിന് ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഇതിനെ എതിർക്കുന്നുണ്ട്. UDF തീരുമാനത്തിന് എതിർ നിൽക്കുന്ന സമീപനമാണ് അൻവർ സ്വീകരിക്കുന്നത്. അൻവർ UDF വന്നു കഴിഞ്ഞാൽ അൻവർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യമെല്ലാം പല നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ ലീഗ് നേതൃത്വം കാണും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനാകും. മായ.